കേരളത്തിലുള്ള ഏത് ബേക്കറിയിൽ ചെന്നാലും നമുക്കിതേ ഇവരെ കാണാം. മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം പഫ്സ്. പക്ഷെ ഈ പഫ്സ് ആരാണ് ആദ്യം ഉണ്ടാക്കിയതെന്നോ എന്നാണ് ഇവർ കേരളത്തിൽ വന്നതെന്നോ നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് അന്വേഷിക്കാം. കാലം 1939. തലശ്ശേരിയിൽ നിന്ന് 4 സഹോദരന്മാർ കൊച്ചിയിലെത്തുന്നത് ഒരൊറ്റ സ്വപ്നവുമായാണ്: സ്വന്തമായൊരു ബേക്കറി. കേരളത്തിലെ ബേക്കറി വ്യവസായത്തിന്റെ വഴികാട്ടിയായ സാക്ഷാൽ മാമ്പള്ളി ബാപ്പുവിന്റെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ അവർ കൊച്ചിയിലെ കാനൺ ഷെഡ് റോഡിൽ ഒരു ചെറിയ ഔട്ട്ലെറ്റ് തുടങ്ങി. കൊച്ചിൻ ബേക്കറി തുടങ്ങിയത് 1939. അത് 4 സഹോദരന്മാർ കൂടി തുടങ്ങിയതാണ്. കരുണാകരൻ, അച്യുതൻ, കുമാരൻ, ബാലകൃഷ്ണൻ. അങ്ങനെ 4 സഹോദരന്മാരാണ് കൊച്ചിൻ ബേക്കറി തുടങ്ങുന്നത്. 1939. അന്ന് അതിന് പേരില്ല, ഒരു ബേക്കറി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ടൊക്കെ അവിടുന്ന് അപ്പം കൊണ്ടുപോകും. അന്ന് ഗോതമ്പപ്പം എന്നാണ് പറയുക ബ്രെഡിനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്ന് അറിയാൻ പറഞ്ഞു കൊടുക്കാൻ പേരില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനൊരു പേരിടണം എന്ന് പറഞ്ഞു പലരുടെയും അഭിപ്രായം വന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ആലോചിച്ചു. ആ നഗരത്തിൻ്റെ പേര് തന്നെ അതിനിട്ടതാണ്. ആ കൂടിയാലോചനയിൽ വൈക്കം മുഹമ്മദ് ബഷീറും ഉണ്ട്. അങ്ങേരന്ന് റോട്ടിൽ പുസ്തകം വിറ്റ് നടന്നിരുന്ന ഒരു കാലമാണ്. പിന്നെ ബോട്ട്ജട്ടിയിൽ നിന്ന് ഇറങ്ങി, ബോട്ട്ജട്ടിയും ബസ് സ്റ്റാൻഡും ഒന്നിച്ചാണ് എറണാകുളത്ത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന റോഡിലാണ് കാനൺ ഷെഡ് റോഡ് എന്ന് പറയുന്ന, അവിടെയാണ് ബേക്കറി ആദ്യം തുടങ്ങിയത്. റോഡിൽ നടന്ന് വിൽക്കലായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അതിന് വല്യച്ഛൻ അങ്ങേർക്ക് ഒരു അലമാരിയും ഒരു സ്റ്റൂളും കൊച്ചിൻ ബേക്കറീൻ്റെ ഒരു മൂലയിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇനി ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യത്തെ ബഷീറിൻ്റെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന കൊച്ചിൻ ബേക്കറീൻ്റെ ഉള്ളിലാണ്. അന്നത്തെ അഡ്രസ്സ് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, കെയർ ഓഫ് കൊച്ചിൻ ബേക്കറി, അങ്ങനെയാണ്. പിന്നെ അദ്ദേഹത്തെ കാണാൻ ഒരുമാതിരി ആ കാലത്തുള്ള എല്ലാ ഈ സാഹിത്യകാരന്മാരും വരും. ജി ശങ്കരപ്പ്, എം എ പോള്, അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അവരൊക്കെ വന്നാലും ഈ ബഷീറിനെ കാണാൻ വരുന്നുണ്ടെങ്കിലും അതൊക്കെ വരുന്നത് കൊച്ചിൻ ബേക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകത്തിലും കൊച്ചിൻ ബേക്കറിയും ഒരു കഥാപാത്രം ആയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളും പാക്കറ്റ് ബ്രെഡുകളും ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ഇത്തരം ബേക്കറികളാണ് മലയാളികളുടെ ഭക്ഷണ രീതികളെ തന്നെ മാറ്റിമറിച്ചത്. പണ്ട് റൊട്ടിന്നോ ഇല്ലെങ്കിൽ ബ്രെഡെന്നോ അതല്ല പറയുക, ഗോതമ്പപ്പം എന്ന് പറയുന്നത്. ഗോതമ്പപ്പൊക്കെ റേഷനാണ്. കൊച്ചിൻ ബേക്കറിക്ക് ഓർഡർ വരണമെങ്കിൽ, ഗവൺമെൻറ് തലത്തിലുള്ള ഓർഡർ വരണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിനാണ് ഓർഡർ കൊടുക്കുക. ഇന്ത്യൻ കോഫി ഹൗസാണ് കൊച്ചിൻ ബേക്കറിക്ക് ഓർഡർ കൊടുക്കുക. പക്ഷെ അത് ഓർഡർ കൊടുക്കുമ്പോൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള മൈദയും കൂടി അവർ തരണം, എന്നാലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മാർക്കറ്റിൽ മൈദയില്ല, മൈദ കിട്ടില്ല നമുക്ക്. അങ്ങനെയാണ് ആ കാലത്ത്. അങ്ങനെ മൈദയും കൂടി കിട്ടിയാലേ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ളൂ. പിന്നെ അന്ന് ഈ പറയുന്ന ഗോതമ്പപ്പം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അന്നിങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നതാണ്. അത് തലശ്ശേരിയിലൊക്കെ ഉണ്ട്, ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടുവന്ന്. എറണാകുളത്തെത്തിയപ്പോൾ കൊട്ട മാറി ടിന്നിലാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുമായിരുന്നു ഈ ബ്രെഡും പലഹാരങ്ങളും. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ റൊട്ടി മോശമായിരുന്നു. അപ്പോൾ രാജകൽപ്പന വന്ന് കൊച്ചിൻ ബേക്കറീൻ്റെ ലൈസൻസ് കട്ട് ചെയ്തേക്ക്, ഇനി കൊച്ചിൻ ബേക്കറി വേണ്ട. അപ്പോൾ പിന്നെ ഈ നമുക്ക് സങ്കടം ബോധിപ്പിക്കാനുള്ളൊരവസരം കിട്ടും. ആ ഇതിൽ അവിടെ സങ്കടം ബോധിപ്പിച്ചാണ് റേഷൻ കിട്ടിയ മൈദേനെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അത് ബോധ്യപ്പെട്ട രാജാവ് രണ്ടാമത് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞു. ഇനി അവർക്ക് സ്പെഷ്യൽ മൈദ കൊടുക്കണം, അവർ ഇംഗ്ലീഷുകാരും വലിയ ഉദ്യോഗസ്ഥന്മാരും മേടിക്കുന്നതാണ്, അതുകൊണ്ട് സ്പെഷ്യൽ മൈദ അവർക്ക് കൊടുക്കണം എന്നുള്ള രാജ കൽപ്പനയായിരുന്നു. തുടർന്ന് 1960കളിൽ പഫ്സ് നമ്മുടെ മണ്ണിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു. 60 കാലഘട്ടത്തിലാണ് പഫ്സ് ഇറങ്ങുന്നത്. അത് ബോംബെയിൽ നിന്ന് ഒരാൾ വന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ആദ്യം. അന്ന് എറണാകുളത്തൊക്കെ മട്ടൺ പഫ്സാണ് ഉണ്ടാക്കുക. കൊച്ചിൻ ബേക്കറി ഒരുമാതിരിയല്ല, എപ്പോഴും മട്ടൺ പഫ്സിനോടായിരുന്നു താല്പര്യം. പിന്നെ ഇപ്പോൾ വില കയറിയപ്പോൾ മട്ടൺ എന്നുള്ള രീതി നിർത്തി ചിക്കനിലോട്ട് വന്നതാണ്. കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കോട്ടയത്തൊക്കെ പഫ്സിൻ്റെ ഇത് വന്നത്. കോട്ടയത്തൊക്കെ വരുമ്പോഴേക്കും
അതെല്ലാം മീറ്റ് പഫ്സ് അത് ബീഫിലേക്ക് പോയി. അങ്ങനെ മീറ്റ് പഫ്സാണ് കോട്ടയം സൈഡിലോട്ടൊക്കെ പഫ്സിൻ്റെ. യൂറോപ്യൻ പേസ്ട്രികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാടൻ ബേക്കർമാർ നല്ല മൊരിഞ്ഞ പാളികളും മസാലക്കൂട്ടുകളും ഒക്കെ ചേർത്ത് പുതിയ പരീക്ഷണങ്ങൾ തുടങ്ങി. അങ്ങനെ ഒരു സാധാരണ പലഹാരമായി തുടങ്ങിയ പഫ്സ് പെട്ടെന്ന് തന്നെ ബേക്കറികളിലെ താരമായി മാറി. തൊട്ടു പിന്നാലെ എഗ് പഫ്സും എത്തി. തലമുറകൾ അവയെ നെഞ്ചിലേറ്റാൻ അധികം സമയമൊന്നും എടുത്തില്ല. മുട്ട പപ്സ് 73-74 കാലഘട്ടത്തിലാണ് മുട്ട പപ്സ് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മുട്ട ബജിയ, മുട്ട പപ്സൽ അല്ല, ബജി. അത് ഈ കടലമാവിൽ മുക്കിയെടുക്കൂലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. പപ്സ് ഉണ്ടാക്കിയ 73-74 കാലഘട്ടത്തിലാണ്. ഇന്ന് കൗണ്ടറിൽ ചൂടോടെ വെച്ച എഗ് പഫ്സ് ഇല്ലാത്ത ഒരു കേരള ബേക്കറിയെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. കൊച്ചിൻ ബേക്കറി എന്ന് കേൾക്കുമ്പോൾ പക്ഷേ പഫ്സ് മാത്രമല്ല ഓർമ്മ വരിക. ഇവിടുത്തെ ജാപ്പനീസ് കേക്ക്, ബട്ടർ ബീൻസ്, ടീ റസ്ക്, ബ്രെഡുകൾ ഇതെല്ലാം വർഷങ്ങളായി ആളുകളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. കൊച്ചി രാജകുടുംബവും മൗണ്ട് ബാറ്റൻ പ്രഭുവും അടക്കമുള്ള പല പ്രമുഖരും അന്ന് ഇവരുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു. കൊച്ചിൻ ബേക്കറിയുടെ കഥ പക്ഷേ കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കുടുംബാംഗങ്ങൾ കേരളത്തിലുടനീളം പുതിയ ബേക്കറികൾ ആരംഭിച്ചപ്പോൾ തലശ്ശേരിയുടെ ആ പാരമ്പര്യവും രുചിക്കൂട്ടുകളും അവർ ഒപ്പം കൂട്ടി. ഇന്ന് നമ്മൾ കാണുന്ന ബേക്കറി സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരും വലിയ പങ്ക് വഹിച്ചു. 1957 MG റോഡിൽ കൊച്ചിൻ ബേക്കറി തുടങ്ങുന്നത്. അന്ന് 70 ഫീറ്റ് റോഡിൽ ഏറ്റവും വീതി കൂടിയ റോഡ്, അവിടെ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൊച്ചിൻ ബേക്കറി തുടങ്ങിയത്. 57 അന്നത്തെ ഹൈക്കോടതി ജഡ്ജാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരി പോയി മൂത്ത ഏട്ടൻ്റെ കൂടെ. അതിനു മുമ്പ് ഒരു 6-7 കൊല്ലം ഞാൻ അച്ഛൻ്റെ കൂടെ വന്നിട്ടാണ് ഈ ബേക്കറി പണി പഠിച്ചത്. ഈ ബേക്കറി പണി പഠിക്കാമെന്നാണ് ഞാൻ ചെയ്ത് പഠിച്ചതാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് ഇതിൻ്റെയൊക്കെ കേട്ട് പഠിച്ചതല്ല, ചെയ്ത് പഠിച്ചതാണ്. ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 100 രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നുള്ളൂ. 15 കൊല്ലം കൊണ്ട് അതൊരു 13,000 രൂപേൻ്റെ കച്ചവടം എത്തി. പക്ഷേ അതിൽ കുറേ വെറൈറ്റികളന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. SB കോളേജിലെ കുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത്. പിന്നെ അവർ പറയും പപ്സിൻ്റെ മണം ഇവിടെ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്നാണ് പറയുക അവിടുത്തെ കുട്ടികൾ. 86 ഞാൻ കോഴിക്കോടിൽ വന്നു. കോഴിക്കോട് ഇതേപോലെ തന്നെ തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് എന്നുണ്ടെങ്കിൽ കുറേ വെറൈറ്റി സാധനങ്ങൾ. അന്നും കോഴിക്കോട് ബർത്ത്ഡേ കേക്കൊന്നും കിട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ഉണ്ടാക്കി തരും എന്നല്ല, റെഡിമെയ്ഡ് കേക്ക് കിട്ടില്ല. അതിൽ തന്നെ ചോക്ലേറ്റ് കേക്കും ഇവിടെ ആ സമയത്തൊന്നുമില്ല. എല്ലാം ഈ പഴയ ഫോണ്ടൻറ്റ് കേക്കുകളാണ്. ക്രിസ്മസ് കേക്കില്ലേ കോട്ടയത്തൊക്കെ, ഇപ്പോൾ കോട്ടയത്ത് അതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പോഴത്തെ ജോലിക്കാർക്ക് അറിയില്ല. അത് ആ മുകളിലൊഴിക്കുന്ന ആ ഫോണ്ടൻറ്റ് അത് ഉണ്ടാക്കാനായിട്ട്. 2000 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 3 ബ്രാഞ്ച് ഉണ്ടായിരുന്നു എനിക്ക്. 2000-ലായപ്പോൾ ഞാൻ മംഗലാപുരത്ത് തുടങ്ങി. 26 കൊല്ലമായി അവിടെയും 5-6 ബ്രാഞ്ചുണ്ട്. പക്ഷേ ആ ചെന്ന സമയത്തൊക്കെ എല്ലാവർക്കും സംശയമായിരുന്നു നമ്മളെ കേരള പ്രോഡക്റ്റ് അവിടെ നീങ്ങൂ, വെളിച്ചെണ്ണ നീങ്ങൂല്ല, അതിലുണ്ടാക്കിയ സാധനം. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും വെളിച്ചെണ്ണ ഉള്ളത് മതി ഇപ്പോൾ. പിന്നെ കട തുടങ്ങുന്നതിലൊന്നും അല്ല, എനിക്ക് കൂടുതൽ കട തുടങ്ങുന്നതിലൊന്നും അല്ല താല്പര്യം. നല്ലത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതും മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സൈസ് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെയാണ്. ഈ ഗീ കേക്ക് കഴിച്ചിട്ടുണ്ടോ? ഗീ കേക്ക് എന്ന് പറയുന്നൊരു സാധനം കഴിച്ചിട്ടുണ്ടോ? ഗീ കേക്ക് ശരിക്കും ആർക്കും ഉണ്ടാക്കാൻ പാടില്ല, എൻ്റെതാണ്, എനിക്ക് ട്രേഡ് മാർക്കുള്ളതാണ്. ഞാൻ കണ്ടുപിടിച്ച കേക്കാണത്. 1992 ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഞാനത്. ഞങ്ങൾക്കൊരു കാപ്പി കുടിക്കാം. (2006) 217 അടി നീളമുള്ള വമ്പൻ കേക്ക് നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇവർ ഇടം നേടി. കേരളത്തിൽ നിർമ്മിച്ച ഏറ്റവും നീളമേറിയതും മനോഹരമായ കേക്കുകളിൽ ഒന്നായിരുന്നു അത്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഓരോ എഗ് പഫ്സിലും ബ്രെഡ് കഷ്ണത്തിലും ആ വലിയ ചരിത്രത്തിന്റെ ചെറിയൊരു പങ്കുണ്ട്.
ഇനി അടുത്ത തവണ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഒരു എഗ് പഫ്സ് എടുക്കുമ്പോൾ ഓർക്കുക, ആ രുചിക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ വലിയൊരു കഥയുണ്ട്.